ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് 2020-21. അതിനകത്ത് റീഡിംഗ് പാസേജ് ആണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ചെയ്യുന്നത്. ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോസിലായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ റീഡിംഗ് പാസേജ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. പാസേജ് വായിച്ചിട്ട് അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് ഓപ്ഷൻ പിക്ക് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ പാസേജ് ഇങ്ങനെയാണ്: ദ ചോയ്സസ് വി മേക്ക് ഓൺ ഡെയിലി ബേസിസ്, വെയറിംഗ് എ സീറ്റ് ബെൽറ്റ്, ലിഫ്റ്റിംഗ് ഹെവി ഒബ്ജക്ട്സ് കറക്റ്റ്ലി ഓർ പർപ്പസ്ലി, സ്റ്റേയിങ് ഔട്ട് ഓഫ് എനി ഡേഞ്ചറസ് സിറ്റുവേഷൻ ക്യാൻ ഐദർ എൻഷുർ അവർ സേഫ്റ്റി ഓർ ബ്രിങ് അബൌട്ട് പൊട്ടൻഷ്യലി ഹാംഫുൾ സർക്കംസ്റ്റാൻസസ്. അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളെ സേഫ് ആക്കി വെക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഹാംഫുൾ ആയിട്ടുള്ള, നമുക്ക് ഉപദ്രവകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ സീറ്റ് ബെൽറ്റ് വെയർ ചെയ്യുക, ഹെവി ആയിട്ടുള്ള ഒബ്ജക്ട്സ് വളരെ കെയർഫുള്ളായിട്ട് എടുത്തുയർത്തുക, അല്ലെങ്കിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള എല്ലാ സിറ്റുവേഷൻസിൽ നിന്നും മാറി നിൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സേഫ്റ്റി എൻഷുർ ചെയ്യും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പൊട്ടൻഷ്യലി ഹാംഫുൾ സർക്കംസ്റ്റൻസസ്, അതായത് ഹാംഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു ചാൻസ് ഉണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നാണ് ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ അർത്ഥം. You and I need to make a decision that we are going to get our lives in order. Exercising self-control, self-discipline and establishing boundaries and borders in our lives are some of the most important things we can do. A life without discipline is one that's filled with carelessness. അപ്പോൾ ഒരാളുടെ അഡ്വൈസസ് ആണ്, ഒരാൾ മറ്റൊരാൾക്ക് അഡ്വൈസ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പാസേജാണിത്. അപ്പോൾ പറയുന്നത് ഞാനും നീയും ഒരു ഡിസിഷൻ എടുക്കണം. നമ്മൾ നമ്മുടെ ലൈഫ് ഭയങ്കര ഓർഡറിൽ, ഭയങ്കര ഡിസിപ്ലിനിലാണ് ഇനി മുതൽ ലീഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്സർസൈസ് ചെയ്യുക, സെൽഫ് ഡിസിപ്ലിൻ, അതുപോലെ എസ്റ്റാബ്ലിഷിംഗ് ബൗണ്ടറീസ് എന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു ലിമിറ്റ് വയ്ക്കുക. ഒന്നും ഇങ്ങനെ ലിമിറ്റ്ലെസ് ആയിട്ട് ചെയ്യരുത്, എല്ലാത്തിനും ഒരു ബൗണ്ടറി ലിമിറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് ലൈഫ് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് നമുക്കിനി ലീഡ് ചെയ്യണം എന്നുള്ള ഒരു അഡ്വൈസാണ് ഇതിനകത്ത് തരുന്നത്. We can think it's a kind of exciting to live life on the edge. We like the image of, yeah, that is me living on the edge. Oh, it's become a popular way to look at life. But if you see, even highways have lines which provide margins for our safety while we are driving. If we go over one side, we will go into the ditch. If we cross over the line in the middle, we could get killed. And we like those lines because they help to keep us safe. Sometimes we don't even realize how lines help to keep us safe. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ടു ലിവ് ലൈഫ് ഓൺ ദ എഡ്ജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിസ്കിൽ ജീവിക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴാണ് റിസ്ക് എടുക്കുക? നമുക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വേണം എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ റിസ്ക് എടുക്കുക. അപ്പോൾ അങ്ങനെ ഈ ലൈഫിൽ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടൊക്കെ ലൈഫ് ലീവ് ചെയ്യുക എന്നുള്ളത് ഈ ഇടയായിട്ട് വളരെ പോപ്പുലറാണ്, ആൾക്കാരുടെ ഇടയിൽ അതിങ്ങനെ കൂടി വരികയാണ്. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുന്നത്, അങ്ങനെ നമുക്ക് ഭയങ്കര റിസ്ക് എടുത്ത് ഭയങ്കര എപ്പോഴും ഒരു ലിമിറ്റും നോക്കാതെ നമ്മൾ ജീവിക്കുന്നത് നമ്മളെ അപകടത്തിലോട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റോഡിനകത്ത് അതിന് കമ്പയർ ചെയ്യുന്നത് റോഡിലെ ലൈൻസ് ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ റോഡിൽ ലൈൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലൈൻ അനുസരിച്ചിട്ടാണ് നമ്മൾ റോഡിൽ വെഹിക്കിൾസ് ഒക്കെ ഡ്രൈവ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡാഷ് ചെയ്ത് അപകടങ്ങളൊക്കെ വരും. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ലൈൻസ് ഫോളോ ചെയ്തിട്ട് നമ്മൾ വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സേഫ് ആയിട്ടിരിക്കും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അപകടങ്ങൾ വരും. അപ്പോൾ നമുക്ക് എപ്പോഴും ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് ഒരു ലിമിറ്റ് വെച്ചിട്ട് ഒരു ലൈൻ ലൈഫിന് എപ്പോഴും ഒരു ക്രോസ് ചെയ്ത് പോവാതിരിക്കാനുള്ള ഒരു ലൈൻ എപ്പോഴും വേണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. I'm not proud of this, but for the first 20 years of my life at work, I ignored my limits. I felt horrible physically most of the time. I used to tell myself, I know I have limits and that I have reached them, but I am going to ignore them and see if or how long I can get by with it. I ran to doctors trying to make myself feel better through pills, vitamins, natural stuff and anything I could get my hands on. Some of the doctors would tell me it is just stress. That just made me mad. I thought stress meant you don't like what you do or can't handle life, and I love what I do. But I kept pushing myself, traveling, doing speaking engagements and so on, simply exhausting myself. അപ്പോൾ ഈ നരേറ്റർ പറയാണ്, ഞാൻ അതിനെക്കുറിച്ചിട്ടൊന്നും പ്രൗഡല്ല, കാരണം കഴിഞ്ഞ ഒരു 20 years ആയിട്ട് ഞാൻ എൻ്റെ ലൈഫിലെ എല്ലാ ലിമിറ്റ്സും ഇഗ്നോർ ചെയ്തിട്ട് അതൊന്നും കണക്കിലെടുക്കാതെയാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ ഫിസിക്കലിയും അങ്ങനെയൊക്കെ ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ, സെൽഫ് ഡിസിപ്ലിൻ ഇല്ലാതെ ജീവിച്ചപ്പോൾ
കുറേ കഴിഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര ഫിസിക്കലിയും അത് ഭയങ്കര ഹൊറിബിളായിട്ട് തോന്നി. ഫിസിക്കലി മാത്രമല്ല അത് മെൻ്റലിയും എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്താണ് കുറേ ഡോക്ടറിനെയൊക്കെ കണ്ടിട്ട് അതിൽ നിന്ന് കുറച്ച് ബെറ്റർമെൻറ്റ് ഫീൽ ചെയ്യാനായിട്ട് പിൽസ് എടുത്തു, വിറ്റാമിൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെഡിക്കേഷനൊക്കെ എടുത്തു. അപ്പോൾ ചില ഡോക്ടേഴ്സ് പറയാറുണ്ടായിരുന്നു ഇത് സ്ട്രെസ്സാണ്. കാരണം നമ്മളിങ്ങനെ കുറേ റിസ്ക് എടുത്തിട്ടും ഒക്കെ ലൈഫിലൊരു ഡിസിപ്ലിനും ഒക്കെ ഇല്ലാതെ ജീവിച്ചു വരുമ്പോൾ ലാസ്റ്റ് അത് നമ്മളെ ഭയങ്കര സ്ട്രെസ്സിലോട്ട് കൊണ്ടെത്തിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് സ്ട്രെസ്സാണ്, അതിങ്ങനെ ഇയാളെ ഭ്രാന്ത് പിടിപ്പിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഇവിടെ ഇദ്ദേഹം പറയുന്നത് സ്ട്രെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു ഡോണ്ട് ലൈക്ക് വാട്ട് യു ഡു ഓർ കാൺ ഹാൻഡിൽ ലൈഫ്. അതായത് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ലൈഫ് ഹാൻഡിൽ ചെയ്യാൻ കഴിയാതെ വരുമ്പോഴൊക്കെയാണ് സ്ട്രെസ്സ് വരുന്നത്. പക്ഷേ ഐ ലവ് വാട്ട് ഐ ഡു, ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഫുൾ ടൈം എൻഗേജ് ആക്കി വെച്ചിരിക്കുകയായിരുന്നു. ട്രാവലിംഗ്, ആളുകളായിട്ട് നന്നായിട്ട് സംസാരിക്കുക, അങ്ങനെയുള്ള ഇയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അദ്ദേഹം ജീവിതം ഇങ്ങനെ ജീവിച്ച് തീർക്കുകയായിരുന്നു. അപ്പോൾ സ്ട്രെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതാണ്. പക്ഷേ ഇദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റും കാര്യങ്ങളും ഒരു ഡിസിപ്ലിനൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വേണമെന്നാണ് ഇപ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. Finally, I understood I was living in an unsustainable life and needed to make some changes in my outlook and lifestyle. അപ്പോൾ ഫൈനലി അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം ജീവിക്കുന്നത് ഒരു അൺസസ്റ്റൈനബിൾ ലൈഫ്. അൺസസ്റ്റൈനബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും മെയിൻറ്റെയിൻഡ് അല്ലാത്ത, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അതിനെയാണ് സസ്റ്റൈനബിൾ എന്ന് പറയുക. അപ്പോൾ അൺസസ്റ്റൈനബിൾ എന്ന് വെച്ചാൽ ഒട്ടും മെയിൻറ്റെയിൻ ചെയ്യാത്ത ഒരു ലൈഫാണ് അദ്ദേഹം ഇത്രയും നാൾ ലീഡ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഒരു ചേഞ്ച് വരുത്തണമെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. You and I don't have to be like everyone else or keep up with anyone else. Each of us needs to be exactly the way we are, and we don't have to apologize for it. We are not all alike, and we need to find a comfort zone in which we can enjoy our lives instead of making ourselves sick with an overload of stress and pressure. അദ്ദേഹം പറയുന്നു ഓരോരുത്തരും വ്യത്യസ്തരാണ്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങളായിരിക്കില്ല നിനക്ക് ഇഷ്ടം ഉണ്ടാവുക. അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഒരു കംഫർട്ട് സോൺ കണ്ടെത്തണം. നമുക്ക് ലൈഫിൽ എങ്ങനെയാണ് എൻജോയ് ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സ്വയം കണ്ടെത്തി അതിനകത്ത് സ്ട്രെസ്സോ പ്രഷറോ ഒന്നും ഇല്ലാതെ ആ ലൈഫ് എൻജോയ് ചെയ്തിട്ട് ജീവിക്കേണ്ടതാണ്. അത് ഓരോ ആളുകളെയും അത് ഡിപ്പെൻഡ് ചെയ്യും. ഒരാളുടെ ടേസ്റ്റ് ആയിരിക്കില്ല വേറൊരാളുടെ ടേസ്റ്റ്. അപ്പം നമ്മളായിട്ടിരിക്കുക, മറ്റൊരാളായിട്ട് മാറാനായിട്ടൊന്നും ശ്രമിക്കുകയോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരുപാട് അപ്പോളജൈസ്, അതിനെക്കുറിച്ചൊരു അത് ചെയ്യേണ്ടായിരുന്നു എന്നൊന്നും വിചാരിക്കുകയൊന്നും വേണ്ട. നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങൾ പക്ഷെ നമ്മൾ ഒരു ഡിസിപ്ലിനോടുകൂടി ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് സ്വയം കണ്ടെത്തി നമ്മളായി തന്നെ ജീവിക്കണം. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ പാസേജ് അവസാനിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ റീസൺ വൈ ലിവിങ് ഓൺ ദ എഡ്ജ് ഹാസ് ബിക്കം പോപ്പുലർ ഇസ് ബിക്കോസ് ഓഫ് ദ. അപ്പോൾ നമ്മൾ ഈ റിസ്കിൽ ഇങ്ങനെ ജീവിക്കണമെന്ന് ഈ ഒരു സമയത്ത് വളരെ പോപ്പുലറാണ്. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് കോൺസ്റ്റൻറ്റ് നീഡ് ഫോർ സംതിങ് ഡിഫറെൻറ്റ്, അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ കൂടുതൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു, അതുകൊണ്ടാണെന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ പോപ്പുലേഷൻ ബീങ് മച്ച് യങ്ങർ, ആളുകൾക്ക് അവർ കൂടുതൽ യങ്ങർ ആയിട്ട് ഫീൽ ചെയ്യുന്നു, അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഇങ്ങനെ റിസ്ക് എടുക്കാനായിട്ട് അവർ തയ്യാറാകുന്നു. എക്സോസ്റ്റിംഗ് എഫേർട്ട് ടു മേക്ക് ചേഞ്ചസ്, അതായത് ചേഞ്ചസ് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അതിങ്ങനെ തീർന്നു പോകുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ റിസ്കിൽ ജീവിക്കുന്നത്. അല്ലെങ്കിൽ സ്ട്രോങ് ടെൻഡൻസി ടു സ്റ്റേ വിത്തിൻ അവർ ലിമിറ്റ്സ്, നമ്മുടെ ലിമിറ്റ്സിൽ തന്നെ സ്റ്റേ ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി കൊണ്ടാണ് നമ്മൾ റിസ്കിൽ ജീവിക്കുന്നത്. ഇതൊക്കെയാണ് ഓപ്ഷൻസ്. അപ്പോൾ നമുക്ക് നമ്മുടെ പാസേജിലോട്ട് തിരിച്ചു പോവാം. പാസേജിൽ പറയുന്നുണ്ട്, നോക്കൂ, വി ക്യാൻ തിങ്ക് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എക്സൈറ്റിംഗ് ടു ലീവ് ലൈഫ് ഓൺ ദ എഡ്ജ്, അല്ലേ? നമുക്ക് റിസ്കിൽ ജീവിക്കാൻ ഇഷ്ടമാണ്. വി ലൈക്ക് ദ ഇമേജ് ഓഫ് ദാറ്റ് ഈസ് മീ ലിവിങ് ഓൺ ദ എഡ്ജ്. ഓഹോ, അപ്പോൾ നമുക്ക് ഇഷ്ടമാണ്, നമ്മളിങ്ങനെ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ട് ചെയ്യുന്നു, നമ്മൾ ഭയങ്കര റിസ്കിൽ ജീവിക്കുന്നു എന്നുള്ളത് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ബിക്കം പോപ്പുലർ വേ ടു ലുക്ക് അറ്റ് ലൈഫ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ റിസ്ക് എടുത്ത് നമ്മൾ എന്തുകൊണ്ടാണ് അത് ആഗ്രഹിക്കുന്നത്? നമുക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വേണം ലൈഫിൽ എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്, അല്ലേ? നമുക്ക് സ്ഥിരമായിട്ട് ആ ഒരു രീതിയിൽ തന്നെ പോകാൻ ആഗ്രഹമില്ല, എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വേണമെന്ന് നമ്മൾ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളത് ഭയങ്കര എൻജോയ് ചെയ്യുന്നതെന്നാണ് ആ ഒരു ലൈൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് എ ആണ്, കോൺസ്റ്റൻറ്റ് നീഡ് ഫോർ സംതിങ് ഡിഫറെൻറ്റ്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ചൂസ് വൺ ഓപ്ഷൻ ദാറ്റ് ബെസ്റ്റ് ക്യാപ്ചേഴ്സ് ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ പാസേജ് ഫ്രം ദ ഗിവൺ കോട്ട്സ്. അപ്പോൾ ഈ പാസേജിൻ്റെ ഒരു സെൻട്രൽ ഐഡിയ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓവറോൾ.
ഫസ്റ്റ് ഓപ്ഷൻ, ഇറ്റ്സ് ഓൾ അബൌട്ട് ക്വാളിറ്റി ഓഫ് ലൈഫ് ആൻഡ് ഫൈൻഡിങ് എ ഹാപ്പി ബാലൻസ് ബിറ്റ്വീൻ വർക്ക് ആൻഡ് ഫ്രണ്ട്സ്. അതായത് നമ്മുടെ ലൈഫിലെ ക്വാളിറ്റീനെ കുറിച്ചിട്ടാണ് ഇത് പറയുന്നത്. പിന്നെ ഒരു നല്ലൊരു ബാലൻസ്, വർക്കും ഫ്രണ്ട്സും ഇതിൻ്റെ ഇടയിലുള്ള നല്ലൊരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നതെന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ. ടു ഗോ ബിയോണ്ട് ഈസ് ആസ് റോങ് ആസ് ടു ഫോൾ ഷോർട്ട്. അതായത് നമുക്ക് എന്തെങ്കിലും നമ്മൾ പുറകിലോട്ട് പോകുന്നത് നല്ല കാര്യമല്ല, അത് റോങ് ആണ്, അത് നമ്മളെ വീഴ്ത്തിക്കളയും. അതായത് ഒന്നിലും പുറകിലോട്ട് പോകരുതെന്നാണ് ഈ പാസേജിൻ്റെ ഒരു ഐഡിയ എന്നാണ് പറയുന്നത്. ലൈഫ് ഈസ് ലൈക്ക് റൈഡിങ് എ ബൈസൈക്കിൾ. ടു കീപ് യുവർ ബാലൻസ് യു മസ്റ്റ് കീപ് മൂവിങ്. അപ്പോൾ ലൈഫ് എന്ന് പറയുന്നത് ഒരു ബൈസൈക്കിൾ റൈഡ് ചെയ്യുന്നത് പോലെയാണ്. നമ്മൾ ബാലൻസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾ കൂടുതൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എന്നാണ് അടുത്ത ഓപ്ഷൻ. ബാലൻസ് ഈസ് നോട്ട് സംതിങ് യു ഫൈൻഡ്, ഇറ്റ്സ് സംതിങ് യു ക്രിയേറ്റ്. ബാലൻസ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതല്ല, അത് നമ്മൾ ശരിക്കും നമ്മൾ തന്നെ അത് ക്രിയേറ്റ് ചെയ്യണം. അതായത് നമ്മൾ ശരിയായിട്ട് അത് കണ്ടെത്തണം. നമ്മൾ വെറുതെ കാണുന്നതായിരിക്കില്ല നമ്മുടെ ലൈഫിലെ ബാലൻസ്. അപ്പോൾ ഇത് 4 ഓപ്ഷൻസ്. അപ്പോൾ ഇതിൽ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം ലൈഫിലൊരു ബാലൻസ് വേണം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ലൈഫിൻ്റെ ഒരു ബാലൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ലാസ്റ്റ് ഈ പാസേജ് കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മുടെ ലൈഫിലെ ആ ഒരു ബാലൻസ് നമ്മൾ കണ്ടെത്തണം. അത് ഓരോരുത്തരുടെയും വ്യത്യാസങ്ങളുണ്ടാവും, ഓരോരുത്തരുടെയും സന്തോഷങ്ങളെല്ലാം വ്യത്യാസം ഉണ്ടാവാം. പക്ഷെ നമ്മളത് ശരിക്കും ഫൈൻഡ് ഔട്ട് ചെയ്യണം എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. കണ്ടോ, വി നീഡ് ടു ഫൈൻഡ് എ കംഫർട്ട് സോൺ in which we can enjoy our lives instead of making ourselves sick with an overload of stress and pressure. ഓക്കെ, അപ്പോൾ ഫോർത്ത് ഓപ്ഷനാണ് ഇതിൻ്റെ കറക്റ്റ് ഇതായിട്ട് വരുന്നത്. Third question, which of the characteristics are apt about the writer in the following context? അതായത് ഇപ്പോൾ ഈ തരുന്ന ഒരു സെൻറ്റൻസിൽ നിന്ന് നമുക്ക് ആ റൈറ്ററിൻ്റെ എന്ത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മനസ്സിലാവുന്നതെന്ന്. ഐ നോ ഐ ഹാവ് ലിമിറ്റ്സ് ആൻഡ് ദാറ്റ് ഐ ഹാവ് റീച്ച്ഡ് ദം, ബട്ട് ഐ ആം ഗോയിങ് ടു ഇഗ്നോർ ദം ആൻഡ് സീ ഇഫ് ഫോർ ഹൗ ലോങ് ഐ ക്യാൻ ഗെറ്റ് ബൈ വിത്ത് ഇറ്റ്. അതായത് അദ്ദേഹത്തിൻ്റെ ലിമിറ്റ്സ് ഒക്കെ മനസ്സിലായി, അതായത് ആ ലൈഫിലെ ബൗണ്ടറീസ് ഒക്കെ റീച്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായിട്ടും അദ്ദേഹം അത് ഇഗ്നോർ ചെയ്യായിരുന്നു. ഓക്കെ, ഇഗ്നോർ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, അവഗണിക്കുകയായിരുന്നു. എന്നിട്ട് എന്തുമാത്രം മുന്നോട്ട് പോകാൻ പറ്റും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പോകാനായിട്ട് ശ്രമിച്ചു. അതായത് ആ ലിമിറ്റ്സ് എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടും അതിനെ ഇഗ്നോർ ചെയ്ത് കളഞ്ഞു എന്നുള്ളതിൽ നിന്ന് എന്ത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് റൈറ്ററിനെ കുറിച്ചിട്ട് പറയാൻ കഴിയും. അപ്പോൾ ആ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതിനാണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇഗ്നോർ എന്ന വാക്കിന് വരുന്ന സിനോണിമാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത്. അപ്പം നെഗ്ലിജൻറ്റ്, അതായത് എന്തും ഇങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യുന്ന, അവഗണിക്കുന്ന. ഓക്കെ, പിന്നെ അതിൻ്റെ മീനിങ് സെയിം വരുന്നത് റെക്ലെസ് ആണ്. റെക്ലെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ഇങ്ങനെ കൺസിഡർ ചെയ്യാത്ത ആ ഒരു ക്യാരക്ടർ എന്നാണ് അർത്ഥം. അപ്പോൾ നെഗ്ലിജൻറ്റ് ആൻഡ് റെക്ലെസ്. ഇപ്പോൾ 1 and 4 ആണ്. അപ്പോൾ സി ആണ് ഇവിടെ ആൻസർ വരുന്നത്. Fourth question, which of the following will be the most appropriate title for the passage? അപ്പോൾ ഈ പാസേജിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ടൈറ്റിൽ വേണം. മച്ച് ടു സൂൺ, എത്രയും പെട്ടെന്ന്. ഇനഫ് ഈസ് ഇനഫ്, മതി, ശരിക്കും മതി എന്നുള്ള ഒരു അർത്ഥമാണ് അതിന്. ഹൗ മച്ച് ഈസ് ടു മച്ച്, എന്ത് മാത്രമാണ് അധികം. ഹാവ് ഇനഫ് ടു ഡു, ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ. അപ്പോൾ ഈ 4 എണ്ണത്തിൽ നിന്നും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിൽ നമ്മൾ ചൂസ് ചെയ്യണം. അപ്പം നമ്മുടെ പാസേജിൽ ശരിക്കും എന്താ പറയുന്നത്, നമ്മുടെ ലൈഫിൽ നമ്മളൊരു ലൈൻ സെറ്റ് ചെയ്യണം അല്ലെ, ഒരു ലിമിറ്റ്, ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ലൈഫ് ലീവ് ചെയ്യണം. അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും. അവർ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ളത് ഓരോ ആളുകളെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഹൗ മച്ച് ഈസ് ടു മച്ച്, എന്ത് മാത്രമാണ് അധികമുള്ളത്. അതായത് നമ്മൾ എവിടെ എന്ത് സെറ്റ് ചെയ്യണം, ലൈൻ സെറ്റ് ചെയ്യണം, അത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പാസേജ് കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് മാത്രമാണ് അധികമുള്ളതെന്ന് ഓരോരുത്തരും തിരിച്ചറിയണം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മെസ്സേജ്. അപ്പോൾ ഹൗ മച്ച് ഈസ് ടു മച്ച് എന്നുള്ളതാണ് കൂടുതലും പ്രോപ്പറായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിൽ. The phrase potentially harmful circumstances refers to circumstances that can. ഇപ്പോൾ എന്താണ് അതിൻ്റെ മീനിങ്? ഫ്രേസ് പൊട്ടൻഷ്യലി ഹാംഫുൾ സർക്കംസ്റ്റാൻസസ്. പൊട്ടൻഷ്യലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹാംഫുൾ സാഹചര്യങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ബി പോസിബിളി ഡേഞ്ചറസ് എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. Sixth question, select the option that makes the correct use of unsustainable as used in the passage to fill in the blank space. അപ്പോൾ unsustainable എന്ന് പറയുന്ന വേർഡ് ഈ 4 സെൻറ്റൻസിൽ എവിടെയാണ് കൂടുതൽ സ്യൂട്ടബിൾ ആവാന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യണം. അൺസസ്റ്റൈനബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺമെയിൻറ്റെയിൻഡ്, ഒട്ടും മെയിൻറ്റെയിൻ ചെയ്യാത്ത എന്നാണ് അർത്ഥം.
അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നിട്ടുള്ളത് ഇൻ ദ ലോങ് റൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളായിട്ട് ദ ഡാഷ് ഒഫീഷ്യൽസ് ഫോളോഡ് എമർജൻസി പ്രൊസീജിയേഴ്സ്. അപ്പോൾ കുറേ നാളായിട്ട് ഈ ഓഫീസിൽ ഉള്ള മേലുദ്യോഗസ്ഥർ അവർ ഈ എമർജൻസി പ്രൊസീജിയേഴ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അൺസസ്റ്റൈനബിൾ എന്നുള്ളത് ഒഫീഷ്യൽസിൻ്റെ കൂടെ ഒരിക്കലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. അൺമെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒഫീഷ്യൽസ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യില്ല. അൺസസ്റ്റൈനബിൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിനെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളൊരു വാക്ക് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. എമർജൻസി പ്രൊസീജിയേഴ്സ് വോർ ഡാഷ് ബൈ ദ ഒഫീഷ്യൽസ്. പ്രൊസീജിയേഴ്സ് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാം എന്ന് പറയാം, പക്ഷേ ഈ ഒരു സെൻറ്റൻസിൽ എമർജൻസി പ്രൊസീജിയേഴ്സ് വോർ ഡാഷ് ബൈ ദ ഒഫീഷ്യൽസ് ഇതൊരു പാസീവ് വോയിസ് കൈൻഡ് ഓഫ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഈ വേർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്തായാലും ഒരു വെർബാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അൺസസ്റ്റൈനബിൾ എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്കിവിടെ യൂസ് ചെയ്യാനായിട്ട് കഴിയില്ല. ഇവിടെ എന്തെങ്കിലും വേർ കഴിഞ്ഞിട്ടുള്ള ഒരു വെർബ് കൈൻഡ് ഓഫ് വേർഡാണ് ഇവിടെ സ്യൂട്ടബിൾ ആവാം. അപ്പോൾ അതും റോങ് ആണ്. ഒഫീഷ്യൽസ് റിപ്പോർട്ടഡ് ആൻഡ് ഡാഷ് സെറ്റ് ഓഫ് ഇവൻറ്റ്സ് ഡ്യൂറിങ് ദ എമർജൻസി. ഒഫീഷ്യൽസ് സെറ്റ് ഓഫ് ഇവൻറ്റ്സ് ഡ്യൂറിങ് ദ എമർജൻസി, അതായത് ഒരു അത്യാവശ്യം വന്നപ്പോൾ അൺമെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഇവൻറ്റ്സ് റിപ്പോർട്ട് ചെയ്തു എന്നാണ് തേർഡ് സെൻറ്റൻസും പറയുന്നത്. അതും ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആയിട്ട് വരുന്നില്ല. ഇവിടെ ഫോർത്ത് ഓപ്ഷൻ നോക്കാം. ഒഫീഷ്യൽസ് അഡ്മിറ്റ് ദാറ്റ് ദ എമർജൻസി സിസ്റ്റം ഇസ് ഡാഷ് ഇൻ ദ ലോങ്ങർ റൺ. അതായത് കുറേ നാളായിട്ട് ഈ എമർജൻസി സിസ്റ്റം പെട്ടെന്ന് ആവശ്യം വരുന്ന ആ ഒരു സിസ്റ്റം അൺസസ്റ്റൈനബിൾ ആണ്, അൺമെയിൻറ്റെയിൻഡ് ആണ്. അതായത് നമുക്ക് പെട്ടെന്ന് ആവശ്യം വരുന്ന ഒരു സിസ്റ്റം എപ്പോഴും നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിരിക്കണം കുറേ നാളായിട്ട്. പക്ഷെ കുറേ നാളായിട്ട്, അതായത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അർത്ഥം? കുറേ നാളായിട്ട് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ, എന്നാലാണ് ആ ഒരു മെയിൻ്റനൻസ് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ കുറേ നാളായിട്ട് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു മെയിൻ്റനൻസ് എന്നുള്ള ആ ഒരു എന്താണ് ആ ഒരു വേർഡ് അവിടെ സ്യൂട്ടബിൾ ആയിട്ട് വരികയാണ്. പക്ഷേ ഇവിടെയും ലോങ്ങർ റൺ ഉണ്ട്, കുറേ നാളായിട്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഒഫീഷ്യൽസിൻ്റെ കൂടെ നമുക്ക് ഈ അൺസസ്റ്റൈനബിൾ ഒഫീഷ്യൽസിനെ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക അതൊരു സ്യൂട്ടബിൾ അല്ല. പക്ഷെ ഒരു സിസ്റ്റം കുറേ നാളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഫോർത്ത് ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുന്നത്. സെവൻത് ക്വസ്റ്റ്യൻ. ദ ഓതർ അറ്റംപ്റ്റ്സ് ടു ഡാഷ് ദ റീഡേഴ്സ് ത്രൂ ദിസ് റൈറ്റപ്പ്. അപ്പോൾ ഈ ഒരു പാസേജിൽ കൂടെ ഓതർ എന്താണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്? റിബ്യൂക്ക് എന്ന് വെച്ചാൽ ശാസിക്കുക എന്നാണ് അർത്ഥം. ക്വസ്റ്റ്യൻ ചെയ്യുക. ഓഫർ എ ടു എന്ന് വെച്ചാൽ ഹെൽപ്പ്, സഹായം തരിക, സഹായം വാഗ്ദാനം ചെയ്യുക എന്നുള്ള അർത്ഥമാണ് ഓഫർ എ ടു. ഓഫർ അഡ്വൈസ് ടു, അതായത് ഒരു ഉപദേശം തരാണ്. അപ്പോൾ ശരിക്കും ക്ലിയർലി നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ഒരു അഡ്വൈസ് ആണ് ഇതിലൂടെ നമുക്ക് നരേറ്റർ തരുന്നത് അല്ലേ. അതായത് നമ്മുടെ ലൈഫ് ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം, നമ്മളിങ്ങനെ സെൽഫ് ഡിസിപ്ലിൻ ആയിരിക്കണം, ഒരു അഡ്വൈസ് കൈൻഡ് ഓഫ് പാസേജ് ആണിത്. അപ്പോൾ ഡെഫിനറ്റ്ലി ദ ഓപ്ഷൻ ഇസ് ഡി. Eighth question. The author uses colloquial words such as ye, who. Which of the following is not a colloquial word? Colloquial word എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമൺ ആയിട്ട് ഏതൊരു സംസാരത്തിലും നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന വേർഡ്സ് ആണ്. അപ്പോൾ ഈ ഹൂക്ഡ്, ഗൈ, സ്റ്റഫ് എന്നൊക്കെ പറയുന്നത് കോമൺ ടോക്സിൽ വരുന്ന ഒരു വേർഡ്സ് ആണ്. അതല്ലാത്ത ഒരു വേർഡ് വരുന്നത് ഇവിടെ സ്ട്രെസ് ആണ്. സ്ട്രെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെൻഷൻ, പ്രഷർ എന്നൊക്കെയുള്ള ആ ഒരു അർത്ഥമാണ്. അപ്പോൾ ഓപ്ഷൻ ഇസ് ഡി. Ninth one. What does the author mean when he says to get our lives in order? ഓക്കെ, അതായത് നമ്മുടെ ലൈഫ് ഒരു ഓർഡറിൽ വേണം എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ടു റെസ്യൂം അവർ ലീവ്സ്. റെസ്യൂം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. ടു ഓർഗനൈസ് അവർ ലീവ്സ്, നമ്മുടെ ലൈഫ് നല്ല ഷെഡ്യൂൾ ചെയ്യുക. ടു റീബിൽഡ് അവർ ലീവ്സ്, ഒന്ന് റീകൺസ്ട്രക്ട് ചെയ്യുക. ടു കൺട്രോൾ അവർ ലീവ്സ്, നമ്മുടെ ലൈഫ് ഒന്ന് കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഇൻ ഓർഡർ എന്ന് വെച്ചാൽ ഒരു ഓർഡറിൽ നിന്നാണ്, അതായത് ഒന്ന് ഷെഡ്യൂൾ ചെയ്യുക, അതായത് ഓർഗനൈസ് ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10th one. Choose the option that correctly states the two meanings of outlook as used in the passage. അപ്പോൾ ഔട്ട്ലുക്ക് എന്ന് പറയുന്ന വേർഡിന് വരുന്ന സിനോണിം നമ്മൾ യൂസ് ചെയ്യണം. ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരാളുടെ ഒരു കാഴ്ചപ്പാടെന്നാണ് അല്ലേ. അപ്പോൾ എ പേഴ്സൺസ് ഇവാലുവേഷൻ ഓഫ് ലൈഫ് എന്ന് വെച്ചാൽ കണക്ക് കൂട്ടൽ. എ പേഴ്സൺസ് എക്സ്പീരിയൻസ് ഇൻ ലൈഫ്, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ. പേഴ്സൺസ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അത് വരുന്നുണ്ട്. എ പേഴ്സൺസ് റിഗ്രറ്റ്സ് ഇൻ ലൈഫ്, ലൈഫിൽ പശ്ചാത്തപിക്കുന്ന കാര്യങ്ങൾ. എ പേഴ്സൺസ് ജനറൽ ആറ്റിറ്റ്യൂഡ് ടു ലൈഫ്, ലൈഫിനോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഗെയിൻ അതൊരു കാഴ്ചപ്പാട് എന്നുള്ള ഒരു അർത്ഥമാണ്. അപ്പോൾ 3ഉം 5ഉം ആണ് ഇവിടെ ഔട്ട്ലുക്ക് എന്ന് പറയുന്നതിൻ്റെ സിനോണിംസ് ആയിട്ട് വരുന്നത്. അപ്പോൾ 3 and 5 ഓപ്ഷൻ ഇസ് C. 11th question. The author explains the importance of discipline and boundaries in our lives using the example of. അപ്പോൾ നമ്മുടെ ലൈഫിലെ ഡിസിപ്ലിൻ്റെയും ബൗണ്ടറീസിൻ്റെയൊക്കെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്ത് എക്സാമ്പിൾ വെച്ചിട്ടാണ് ഓത്തർ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആ പാരഗ്രാഫ് ഒന്ന് നോക്കാം.
എന്താ ഇവിടെ പറയുന്നുണ്ട്, ഹൈവേസ് ഹാവ് ലൈൻസ് വിച്ച് പ്രൊവൈഡ് മാർജിൻസ് ഫോർ അവർ സേഫ്റ്റി വൈൽ വി ആർ ഡ്രൈവിംഗ്. ഓക്കെ, ഇഫ് വി ഗോ ഓവർ വൺ സൈഡ് വി വിൽ ഗോ ഇൻ ടു ദ ഡിച്ച്. അതായത് ഹൈവേയിൽ ലൈൻസ് ഉണ്ട്, ആ ലൈൻസ് ഒബേ ചെയ്ത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആക്സിഡൻറ്റ്സ് പറ്റാതിരിക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് നമ്മളെ സേഫ് ആക്കി വെക്കേണ്ടതെന്നുള്ള ലൈൻസ് നമ്മളെപ്പോഴും നമ്മുടെ ലൈഫിലും കീപ്പ് ചെയ്യണം എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ഹൈവേ ലൈൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ആ ഒരു സേഫ്റ്റി എക്സാമ്പിളായിട്ട് ഇവിടെ ഓത്തർ പറയുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് റോഡ് ആക്സിഡൻറ്റ്സ്, ട്രാഫിക് റൂൾസ്, ലൈൻസ് ഓൺ ദ ഹൈവേ, സേഫ് ഡ്രൈവിംഗ്. അപ്പോൾ എക്സാമ്പിൾ യൂസ് ചെയ്യുന്നത് ലൈൻസ് ഓൺ ദ ഹൈവേ ആണ്. അപ്പോൾ ആൻസർ ഇസ് സി. Last question, what is the message conveyed in the last paragraph of the passage? ഇപ്പോൾ ഫൈനൽ പാരഗ്രാഫിൽ എന്ത് മെസ്സേജാണ് കൺവേ ചെയ്യുന്നത് ഓതർ എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ, ലവ് വാട്ട് യു ഡു, നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനെ സ്നേഹിക്കുക. സെക്കൻഡ് ഓപ്ഷൻ, ലവ് യുവർ സെൽഫ് ടു ലവ് അതേഴ്സ്, മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് ആദ്യം നമ്മളെ തന്നെ സ്നേഹിക്കണം. ബി ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ്, നമ്മുടെ ലൈഫിൽ ഏറ്റവും നമ്മൾ ബെസ്റ്റ് ആയിട്ടിരിക്കുക. ബി യുവർ സെൽഫ്, നമ്മളായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ അടുത്ത് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് നരേറ്റർ, പക്ഷേ അത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മളെങ്ങനെയാണോ അതുപോലെ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. ഓരോ ആളുകളെയും വ്യക്തികളെയും ഓരോ താല്പര്യങ്ങളെല്ലാം ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളത് കാര്യം സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതലും സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് ബി യുവർ സെൽഫ്, നമ്മളായിരിക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയ്ക്കുമാണ് ഈ ഒരു റീഡിംഗ് പാസേജ്. ഇനി നമുക്ക് അടുത്ത പാസേജ് വായിച്ചിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്ക് പാസേജ് റീഡ് ചെയ്യാം. The UN's 2017 International Year tells that sustainable tourism is an important tool for development, most importantly in poor communities and countries. അതായത് 2017 കണക്കനുസരിച്ചിട്ട് UN ഓർഗനൈസേഷൻ, ഒരു ടൂറിസം ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഈ ടൂറിസം എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ടൂറിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ടൂറിസം. അതായത് ടൂറിസം കൊണ്ട് ഒന്നും നശിപ്പിക്കപ്പെടാൻ പാടില്ല ഒരു കൺട്രിയുടെ, അവരുടെ ആ ഒരു കൾച്ചറൽ അല്ലെങ്കിൽ അവരുടെ ഒരു എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അവരുടെ എക്കണോമിക്കലായിട്ട് അവരുടെ സാമ്പത്തിക സ്ഥിതി അതിലൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് വരേണ്ടത്, അല്ലാതെ അതിനെ നശിപ്പിക്കാൻ പാടില്ല. അപ്പോൾ വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ടൂറിസം ആണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഒരു കൺട്രിയുടെ ഡെവലപ്മെൻറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ടൂള്. എസ്പെഷ്യലി ഈ പുവർ കൺട്രീസിലൊക്കെ ടൂറിസം കൊണ്ട് അവർക്ക് സാമ്പത്തികമായിട്ടൊക്കെ കുറേ മെച്ചം ഉണ്ടാവും. അപ്പം അങ്ങനെയാണ് ഇവരുടെ 2017 റിപ്പോർട്ട്. Today, sustainability, environmental, social and economic is increasingly recognized as the benchmark for all tourism business. അപ്പോൾ ഈ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ടൂറിസം, അതായത് അവരുടെ എൻവയോൺമെൻറ്റ്, സോഷ്യൽ, എക്കണോമിക് അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും വളരെ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു ടൂറിസം എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ ഒരു ടൂറിസം ബിസിനസ്സിൻ്റെ ബെഞ്ച് മാർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബേസ് എന്നാണ് അർത്ഥം. ഇനി UN വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ്റെ കണക്കനുസരിച്ചിട്ട് 57% ഓഫ് ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് അറൈവൽസ് വിൽ ബി ഇൻ എമേർജിങ് എക്കണോമീസ് ബൈ 2030. എമർജിങ് എക്കണോമീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർത്ഥം ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസ്. അപ്പോൾ 2030 കൂടി ഈ ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസിലോട്ട് ഒരു 57% ഓഫ് ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് അറൈവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് ഒരു റിപ്പോർട്ടുള്ളത്. അപ്പോൾ ദ വേരിയസ് ടൂറിസം ടേംസ് ആർ ഡിഫൈൻഡ് ആസ് ഫോളോസ്. അപ്പോൾ ഈ ടേബിളിൽ ടൂറിസം എന്ന് പറയുന്നത് തന്നെ പല ടൈപ്പ് ഓഫ് ടൂറിസം ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് എക്കോ ടൂറിസം ആണ്. എക്കോ ടൂറിസം, അപ്പോൾ എക്കോ എന്നുള്ള ആ ഒരു ഇതിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു എക്കോ സിസ്റ്റം ആയിട്ട്, ഒരു സ്ഥലത്തെ എക്കോ സിസ്റ്റം ആയിട്ട് കുറച്ച് കണക്റ്റഡ് ആയിട്ടുള്ള ടൂറിസം ആണത്. Responsible travel to natural areas that conserves the environment socially and economically, sustains the well-being of local people and creates knowledge and understanding through interpretation and education of all involved. അപ്പോൾ ആ ഒരു സ്ഥലത്തെ ആ ഒരു എൻവയോൺമെൻറ്റിനെ സംരക്ഷിക്കുന്ന രീതിയിലും അതിനൊക്കെ അവിടുത്തെ ആ ലോക്കൽ പീപ്പിളിൻ്റെ നല്ല കാര്യങ്ങൾക്കും അങ്ങനെയുള്ളതിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ടൂറിസമാണ് എക്കോ ടൂറിസം. ആ ഒരു എക്കോ സിസ്റ്റത്തിനെ കൺസേർവ് ചെയ്യുന്ന രീതിയിലുള്ള ടൂറിസം. എത്തിക്കൽ ടൂറിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൂറിസം ഇൻ എ ഡെസ്റ്റിനേഷൻ ഓർ എത്തിക്കൽ ഇഷ്യൂസ് ആർ ദ കീ ഡ്രൈവർ. എക്സാമ്പിൾ സോഷ്യൽ ഇൻജസ്റ്റിസ്, ഹ്യൂമൻ റൈറ്റ്സ്, ആനിമൽ വെൽഫെയർ ഓർ ദ എൻവയോൺമെൻറ്റ്. അപ്പോൾ എത്തിക്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു എത്തിക്സ്, മോറൽ വാല്യൂസിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ചില ആളുകൾ, അതായത് പല ആളുകളും പല രീതിയിലായിരിക്കും ഓരോ ട്രിപ്സ് പോകുന്നത് അല്ലേ. ചിലവർക്ക് അവിടുത്തെ ആ ഒരു
അവിടുത്തെ ആ ഒരു എക്കോസിസ്റ്റത്തിനൊക്കെ ആയിരിക്കും അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ചിലർ അവിടുത്തെ എത്തിക്കലി എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടൊക്കെ കൂടുതൽ പഠിക്കാനൊക്കെ ആയിരിക്കും. ഇപ്പോൾ സോഷ്യലി എന്തെങ്കിലും ഇൻജസ്റ്റിസ് ഉള്ള, ഹ്യൂമൻ റൈറ്റ്സിനൊന്നും ഒരു വാല്യൂസ് ഒന്നും ഇല്ലാത്ത, ആനിമൽ വെൽഫെയറിന്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ റിലേറ്റഡ് പ്രോബ്ലംസ് ഉള്ള സ്ഥലങ്ങളിലോട്ട് നടത്തുന്ന ആ ഒരു ടൂറിസമാണ് എത്തിക്കൽ ടൂറിസം. ഇനി ജിയോ ടൂറിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൂറിസം ദാറ്റ് സസ്റ്റെയിൻസ് ഓർ എൻഹാൻസസ് ദ ജിയോഗ്രഫിക്കൽ ക്യാരക്ടർ ഓഫ് എ പ്ലേസ്, ഇറ്റ്സ് എൻവയോൺമെൻറ്റ്, ഹെറിറ്റേജ്, എസ്തെറ്റിക്സ്, കൾച്ചർ ആൻഡ് വെൽബീയിങ് ഓഫ് ഇറ്റ്സ് റെസിഡൻസ്. ജിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എർത്ത് എന്നാണ് അർത്ഥം. അപ്പോൾ ആ ഒരു പ്ലേസിൻ്റെ ആ ഒരു ജിയോഗ്രഫിക്കൽ ക്യാരക്ടർ ഓക്കെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടൂറിസമാണ് ജിയോ ടൂറിസം. അപ്പോൾ അതിൻ്റെ എൻവയോൺമെൻറ്റ്, ഹെറിറ്റേജ്, അതിൻ്റെ പാരമ്പര്യം, എസ്തെറ്റിക്സ് എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ബ്യൂട്ടി, കൾച്ചർ, അവിടെ താമസിക്കുന്ന ആളുകളുടെ വെൽബീയിങ് ഓക്കെ അതൊക്കെയാണ് അത് കൂടുതലും ഇൻവോൾവ് ചെയ്യുന്നത്. പ്രോ പുവർ ടൂറിസം ദാറ്റ് റിസൾട്ട്സ് ഇൻ ഇൻക്രീസ്ഡ് നെറ്റ് ബെനിഫിറ്റ് ഫോർ ദ പുവർ പീപ്പിൾ ഇൻ എ ഡെസ്റ്റിനേഷൻ. അതായത് ഒരു സ്ഥലത്തെ പുവർ പീപ്പിളിൻ്റെ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ, അവർക്ക് കുറച്ച് മെച്ചമുണ്ടാക്കുന്ന രീതിയിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതാണ് ഈ പ്രോ പുവർ ടൂറിസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Next, responsible tourism that maximizes the benefits to local communities, minimizes negative social or environmental impacts, and helps local people conserve fragile cultures and habitats or species. അപ്പോൾ ഇത് ലോക്കൽ കമ്മ്യൂണിറ്റീസിന് കൂടുതൽ ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ടൂറിസമാണ്. പിന്നെ എപ്പോഴും സോഷ്യൽ എൻവയോൺമെൻറ്റൽ ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ മിനിമൈസ് ചെയ്യുക. പിന്നെ അവിടുത്തെ ആ ലോക്കൽ പീപ്പിൾസിൻ്റെ ഫ്രജൈൽ കൾച്ചേഴ്സ്, അതായത് അവിടെ തകർന്നു പോയിട്ടുള്ള ആ ഒരു കൾച്ചേഴ്സ്, ഹാബിറ്റേറ്റ്സ്, അവരുടെ താമസ സ്ഥലങ്ങൾ, അതല്ലെങ്കിൽ അവരുടേതായിട്ട് അന്യം നിന്ന് പോയിട്ടുള്ള എന്തെങ്കിലും സ്പീഷീസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ആ ലോക്കൽ കമ്മ്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ടൂറിസമാണ് റെസ്പോൺസിബിൾ ടൂറിസം. നെക്സ്റ്റ്, സസ്റ്റൈനബിൾ ടൂറിസം that leads to the management of all resources in such a way that economic, social and aesthetic needs can be fulfilled while maintaining cultural integrity, essential ecological process, biological diversity and life support system. ഇതൊരു ടുഗദർ ആയിട്ട് ഓവറോൾ എല്ലാത്തിനെയും മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിലുള്ള ടൂറിസമാണ്. അതായത് എല്ലാ തരത്തിലുള്ള റിസോഴ്സസ്, അത് പ്ലാന്റ്സ് ആയിക്കോട്ടെ, ആനിമൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ബയോട്ടിക് കമ്പോണൻസ് ആയിട്ടുള്ള വാട്ടർ, സോയിൽ, എന്തിനും എല്ലാത്തിനെയും മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടൂറിസമാണ്. അതിൻ്റെ എക്കണോമിക്കായിട്ടുള്ള നീഡ്സ് ഒക്കെ, സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യലായിട്ടുള്ള, എസ്തെറ്റിക്, അതിൻ്റെ എന്തെങ്കിലും സൗന്ദര്യപരമായിട്ടുള്ള, ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള എന്തിനേയും ഫുൾഫിൽ ചെയ്യുന്ന മൊത്തത്തിലുള്ള ആ ഒരു കൾച്ചറിനെയും ബയോഡൈവേഴ്സിറ്റിനെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ടൂറിസമാണ് ഈ സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറയുന്നത്. Based on the data collected by survey by Travel Bureau, the following market profile of an eco-tourist was constructed. അപ്പോൾ ഒരു എക്കോ ടൂറിസ്റ്റിൻ്റെ, അപ്പോൾ ഇനി നമ്മൾ ഒരു എക്കോ ടൂറിസത്തിനെ കുറിച്ചിട്ടുള്ള ഒരു കണക്കുകളാണ് പറയാൻ പോകുന്നത്. എക്കോ ടൂറിസം എങ്ങനെയുള്ള ആളുകളാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്, അവരുടെ ഏജ് അങ്ങനെയാണ്, അവരുടെ ജെൻഡർ എങ്ങനെയാണ്, എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എക്കോ ടൂറിസ്റ്റ് എന്ന് പറയുമ്പോൾ ഏജ് ആണ് ആദ്യം വരുന്നത്. 35 to 54 year old, although age varied with activity and other factors such as cost. അപ്പോൾ 35 to 54 ഇയേഴ്സിൽ ഉള്ള ആളുകളാണ് ഈ എക്കോ ടൂറിസം അധികം പ്രിഫർ ചെയ്യുന്നത്. എന്നാലും ഈ ഏജിൽ തന്നെ അവരുടെ ആ ഒരു ആക്ടിവിറ്റി വാരി ചെയ്യുന്നുണ്ട്. ഏജിനെ ബേസ് ചെയ്തിട്ട് എക്കോ ടൂറിസത്തിൽ തന്നെ പല ആക്ടിവിറ്റീസ് ഉണ്ട്. അത് കോസ്റ്റിനനുസരിച്ചിട്ടും അവരുടെ ആ ഒരു അതിനിടയിലുള്ള ആ ഒരു ഏജ് അനുസരിച്ചിട്ടൊക്കെ തന്നെ വേരി ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ജെൻഡർ ആണ്. 50% ഓഫ് ഫീമെയിൽ ആൻഡ് 50% ഓഫ് മെയിൽ, ഓൾദോ ക്ലിയർ ഡിഫറൻസസ് ബേസ്ഡ് ഓൺ ആക്ടിവിറ്റി വർ ഫൗണ്ട്. ഇപ്പോൾ 50% മെയിൽ ഫീമെയിൽ അങ്ങനെ ജെൻഡറിന് പെർസെൻറ്റേജ് ഡിഫറൻസ് ഒന്നുമില്ല. ബോത്ത് ആർ ലൈക്ക് 50% തന്നെയാണ് ട്രാവൽ ചെയ്യുന്നത്. പക്ഷേ അവരുടെ ആക്ടിവിറ്റീസിൽ ആ ജെൻഡർ അനുസരിച്ചിട്ട് ആക്ടിവിറ്റി അവരുടെ എക്കോ ടൂറിസത്തിൽ ഡിഫറൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ എഡ്യൂക്കേഷൻ, എങ്ങനെ എഡ്യൂക്കേറ്റഡ് ആയിട്ടാണോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കുറഞ്ഞ ആളുകളാണോ പ്രിഫർ ചെയ്യുന്നതെന്നൊക്കെയാണ് പറയുന്നത്. 82% were college graduates. A shift in interest in ecotourism from those who have high levels of education to those with less education was also found, indicating an expansion into mainstream markets. അപ്പോൾ 82%ഉം കോളേജ് ഗ്രാജുവേറ്റ്സ്, അതായത് കുറച്ച് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് എക്കോ ടൂറിസം പ്രിഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ലെസ് എഡ്യൂക്കേഷൻ വാസ് ഓൾസോ ഫൗണ്ട്. എഡ്യൂക്കേഷൻ കുറഞ്ഞ ആളുകളും
ഈ എക്കോ ടൂറിസം പ്രിഫർ ചെയ്യുന്നുണ്ട്. ഹൗസ് ഹോൾഡ് കമ്പോസിഷൻ, നോ മേജർ ഡിഫറൻസസ് വർ ഫൗണ്ട് ബിറ്റ്വീൻ ജനറൽ ടൂറിസ്റ്റ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് എക്കോ ടൂറിസ്റ്റ്. ഹൗസ് ഹോൾഡ് കമ്പോസിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ടൂറിസം നടത്തുമ്പോൾ, ടൂർ പോകുമ്പോൾ ഫാമിലിനെ കൂടെ കൊണ്ടുപോകുക, അതായത് കപ്പിളായിട്ടോ അല്ലെങ്കിൽ അതർ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ എടുത്തിട്ട് പോകുന്ന ആ ഒരു ഇതിനാണ് ഹൗസ് ഹോൾഡ് കമ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ജനറലി ആയിട്ടുള്ള എക്കോ ടൂറിസവും പിന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട്, അതായത് കുറേ വർഷങ്ങളായിട്ട് എക്കോ ടൂറിസം പ്രിഫർ ചെയ്യുന്ന ആളുകളുണ്ട്, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരും. ഇങ്ങനെ രണ്ട് തരം ആളുകളാണെങ്കിലും ഫാമിലീനെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നും കാണാറില്ല. Party composition. A majority of experienced ecotourism respondents stated they prefer to travel as couple. അപ്പോൾ അതിൽ തന്നെ ഈ ഹൗസ് ഹോൾഡിൽ തന്നെ എങ്ങനെയൊക്കെയാണ് പെർസെൻറ്റേജ് വാരി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ 60% ഓഫ് ഇതും എങ്ങനെയാണ് കപ്പിളായിട്ട്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് പാർട്ട്ണറായിട്ടാണ് ട്രാവൽ ചെയ്യാനായിട്ട് പ്രിഫർ ചെയ്യുന്നത്. വിത്ത് ഓൺലി 15% സ്റ്റേറ്റിംഗ് ദേ പ്രിഫർ ടു ട്രാവൽ വിത്ത് ദെയർ ഫാമിലീസ്. അപ്പോൾ അതിനകത്ത് 15% ഫുൾ ഫാമിലി ആയിട്ട്, അതായത് ഫാദർ മദർ അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെയുള്ള ഒരു എക്കോ ടൂറിസം 15% ആളുകൾ പ്രിഫർ ചെയ്യുന്നുണ്ട്. ആൻഡ് 13% പ്രിഫറിങ് ടു ട്രാവൽ അലോൺ. അപ്പോൾ 13% ആളുകളാണ് ഈ എക്കോ ടൂറിസം ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. എക്സ്പീരിയൻസ്ഡ് എക്കോ ടൂറിസ്റ്റ് എന്ന് വെച്ചാൽ ടൂറിസ്റ്റ് ദാറ്റ് ഹാഡ് ബീൻ ഓൺ അറ്റ്ലീസ്റ്റ് വൺ എക്കോ ടൂറിസം ഓറിയൻറ്റഡ് ട്രിപ്പ്. അതായത് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഇതിന് മുമ്പും എക്കോ ടൂറിസം നടത്തിയിട്ടുള്ള ആൾക്കാർ, അത്രയേ ഉള്ളൂ. Trip duration. The largest group of experienced eco-tourists prefer trips lasting 8 to 14 days. അപ്പോൾ ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എക്കോ ടൂറിസ്റ്റ് ഒക്കെ പൊതുവെ 8 to 14 days ആണ് ഇവർ ഒരു എക്കോ ടൂറിസം അവർ പ്രിഫർ ചെയ്യുന്നത്. എക്സ്പെൻഡിച്ചർ. എക്സ്പീരിയൻസ്ഡ് എക്കോ ടൂറിസ്റ്റ് were willing to spend more than general tourists, the largest group. ഓക്കെ, അപ്പോൾ എക്സ്പെൻഡിച്ചർ, ചിലവ് എക്കോ ടൂറിസത്തിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എക്കോ ടൂറിസ്റ്റ് ആണ് കൂടുതലും ഈ ജനറൽ, അതായത് ആദ്യമായിട്ട് ഇങ്ങനെ ഈ ടൂറിസത്തിന് വരുന്ന ആളുകളെക്കാളും കൂടുതൽ അവരാണ് കൂടുതൽ മണി സ്പെൻഡ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ഓഫ് ട്രിപ്പ്. എക്സ്പീരിയൻസ്ഡ് എക്കോ ടൂറിസ്റ്റ് ടോപ്പ് 3 റീസൺസ് ഫോർ, അതായത് എന്തൊക്കെയാണ് ഈ ട്രിപ്പ് പോകാനായിട്ട് ഇവരെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ. വൈൽഡർനെസ് സെറ്റിംഗ്, വൈൽഡ് ലൈഫ് വ്യൂയിങ്, ഹൈക്കിംഗ്, ട്രക്കിംഗ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൊണ്ടാണ് ഇവർക്ക് ഈ ടൂർ പോകാനായിട്ട് ഇഷ്ടം. മോട്ടിവേഷൻസ് ഫോർ ടേക്കിംഗ് നെക്സ്റ്റ് ട്രിപ്പ്. അടുത്തൊരു ട്രിപ്പ് എടുക്കാനായിട്ടുള്ള മോട്ടിവേഷൻസ് എന്തൊക്കെയാണ്? എക്സ്പീരിയൻസ്ഡ് എക്കോ ടൂറിസ്റ്റ് ടോപ്പ് 2 റെസ്പോൺസസ് വേർ എൻജോയ് സീനറി, നേച്ചർ, ന്യൂ എക്സ്പീരിയൻസസ് ആൻഡ് പ്ലേസസ്. അപ്പോൾ ഇതൊക്കെയാണ് നെക്സ്റ്റ് ഒരു ട്രിപ്പ് നടത്താനായിട്ട്. ഒരു ട്രിപ്പ് കഴിയുമ്പോൾ അടുത്ത ട്രിപ്പിലോട്ടുള്ള ഇവരുടെ മോട്ടിവേഷൻസ് എന്ന് പറയുന്നത് ഈ 2 പോയിന്റ്സ് ആണ്. അപ്പം ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ലൈൻ റെക്കഗ്നൈസ്ഡ് ആസ് ദ ബെഞ്ച്മാർക്ക് ദ വേർഡ് ബെഞ്ച്മാർക്ക് ഡസ് നോട്ട് റെഫർ. അപ്പോൾ ബെഞ്ച്മാർക്ക് എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം വരാത്തതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ബെഞ്ച്മാർക്ക് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറയുന്നത് അതൊരു ബേസ് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ബേസിസ് ഫോർ സംതിങ് അതിൻ്റെ ഓപ്ഷനാണ്. ദ ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ബേസ് എന്നുള്ള അർത്ഥം തന്നെയാണ്. നെക്സ്റ്റ് ഈസ് ദ എബിലിറ്റി ടു ലോഞ്ച് സംതിങ് ന്യൂ, എന്തെങ്കിലും പുതുതായിട്ട് തുടങ്ങാം. അപ്പോൾ അതെന്ന് വെച്ചാൽ ബെഞ്ച് മാർക്ക് അല്ല, സ്റ്റാൻഡേർഡ് പോയിന്റ് ഓഫ് റെഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഒരു ബേസ് എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റെഫറൻസ്, ക്രൈറ്റീരിയ, ബേസ് എന്നൊക്കെ പറയുന്നത് ബെഞ്ച് മാർക്കിൻ്റെ സിനോണിംസ് തന്നെയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ദ എബിലിറ്റി ടു ലോഞ്ച് സംതിങ് ന്യൂ, അത് ബെഞ്ച് മാർക്കായിട്ട് മാച്ച് ആവുന്നില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ ഓഫ് ദ UN ഇൻ എൻ ഒബ്സർവേഷൻ ഷെയർഡ് ദാറ്റ്. അപ്പോൾ നമുക്കൊന്ന് പാസേജിലോട്ട് തിരിച്ചു പോവാം. ഇവിടെ പറയുന്നുണ്ട് UN വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ 57% ഓഫ് ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് അറൈവൽസ്. ഓക്കെ, അപ്പോൾ ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ്സ് ഈ എമർജിങ് ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസിലോട്ട് വരുന്ന പെർസെൻറ്റേജ് ആണ് 57% ബൈ ദ ഇയർ ഓഫ് 2030. അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു റിപ്പോർട്ട്. അപ്പോൾ ഷെയർഡ് ദാറ്റ് ഫസ്റ്റ് ഓപ്ഷൻ തന്നിട്ടുള്ളത് എമർജിങ് എക്കണോമീസ് ഓഫ് ദ വേൾഡ് വിൽ ഗെയിൻ 57% ഓഫ് ദെയർ ആനുവൽ പ്രോഫിറ്റ്സ് അല്ല. അപ്പോൾ ഈ 57% എന്ന് കാണുമ്പോൾ ആ ഓപ്ഷനിലോട്ട് പോകരുത്. 57% ടൂറിസ്റ്റ് വിസിറ്റ് ചെയ്യും, ഇൻ്റർനാഷണൽ ടൂറിസ്റ്റിൻ്റെ പെർസെൻറ്റേജ് ആണ്, അതൊരിക്കലും ആനുവൽ പ്രോഫിറ്റ്സിൻ്റെ പെർസെൻറ്റേജ് അല്ല. അപ്പോൾ അത് റോങ് ആണ്. ഓപ്ഷൻ ബി വരുന്നത് കൺട്രീസ് വിത്ത് അപ്കമിങ് എക്കണോമിക്സ് ഷാൾ സീ മാക്സിമം ടൂറിസ്റ്റ് ഫുട്ഫോൾ ഫ്രം ഓൾ ഓവർ ദ വേൾഡ് ഇൻ ദ നെക്സ്റ്റ് ഡെക്കേഡ്. ഫുട്ഫോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടന്നു വരവ് എന്നാണ് അർത്ഥം. നെക്സ്റ്റ് ഡെക്കേഡ് എന്ന് വെച്ചാൽ ഇനിയുള്ള 10 വർഷത്തിൽ. അപ്പോൾ ഇനിയുള്ള 10 വർഷത്തിൽ പല ഇൻ്റർനാഷണൽ ടൂറിസ്റ്റും ഇങ്ങനെ കടന്നു വരാനുള്ള ഡെവലപ്പിംഗ് കൺട്രീസിലോട്ട് അപ്കമിങ് എക്കണോമിക്സ്, അതായത് ഡെവലപ്പിംഗ് കൺട്രീസിലോട്ട് കടന്നു വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത്. തേർഡ് ഓപ്ഷൻ, എ ലാർജ് നമ്പർ ഓഫ് ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് ഇൻ 2030 വിൽ ബി ഫ്രം
ഡെവലപ്പിംഗ് കൺട്രീസ്. 2030 ആകുമ്പോഴത്തേക്കും ടൂറിസ്റ്റ് വരും, ബട്ട് നോട്ട് ഫ്രം ഡെവലപ്പിംഗ് കൺട്രീസ് ടു ദ ഡെവലപ്പിംഗ് കൺട്രീസ് ആണ്. അപ്പോൾ ആ ഓപ്ഷൻ റോങ് ആണ്. ബാർലി എനി ടൂറിസ്റ്റ് ഇൻ ദ നെക്സ്റ്റ് ഡെക്കേഡ് ഷാൾ ട്രാവൽ ഫ്രം എൻ എക്കണോമിക്കലി സ്ട്രോങ് നാഷൻ ടു വീക്ക് വൺ. ബെയർലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാൻസ് ഇല്ല, വളരെ റയർ ആയിട്ടാണ് എന്താണ് ഈ എക്കണോമിക്കലി സ്ട്രോങ് നേഷനിൽ നിന്ന് ഡെവലപ്പിംഗ് കൺട്രീസിലോട്ട് പോകാനുള്ള ചാൻസ് ഇല്ല ടൂറിസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതും റോങ് ആണ്. അപ്പോൾ കറക്റ്റായിട്ട് വരുന്നത് ആൻസർ ബി ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ എലമെന്റ്സ് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു എക്കോ ടൂറിസ്റ്റ് ഓൺ ട്രിപ്പസ്. അപ്പോൾ എക്കോ ടൂറിസം ഇവിടെ വായിച്ചു നോക്കാം ഒന്നുകൂടെ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ട്രാവൽ ടു നാച്ചുറൽ ഏരിയാസ് ദാറ്റ് കൺസേർവ്സ് ദ എൻവിയോൺമെൻറ്റ് അല്ലേ. അപ്പോൾ ആ എക്കോ സിസ്റ്റം കൺസേർവ് ചെയ്യുക എന്നുള്ളതാണ് എക്കോ ടൂറിസത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് വൈൽഡ് ആൻഡ് അൺടച്ച്ഡ് സറൗണ്ടിങ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എൻവിയോൺമെൻറ്റൽ എക്കോ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. കൾച്ചറൽ എക്സ്ചേഞ്ച്, കാർ ആൻഡ് ബസ് റൈഡ്സ്, ഫുള്ളി ഫേർണിഷ്ഡ് ഫ്ലാറ്റ്സ്, ഇതൊക്കെയാണ് ഓപ്ഷൻസ്. അപ്പോൾ ക്ലിയർ ആയിട്ടും ഫസ്റ്റ് ഓപ്ഷനാണ് വരുന്നത്. ആൻസർ ഇസ് എ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ചൂസ് ദ ഓപ്ഷൻ ദാറ്റ് ലിസ്റ്റ് ദ കറക്റ്റ് ആൻസേഴ്സ് ഫോർ ദ ഫോളോയിങ്. അതായത് രണ്ട് ആളുകളുടെ ടേസ്റ്റ് തന്നിട്ടുണ്ട്, അവർക്ക് ടൂറിസത്തിലുള്ള ടേസ്റ്റ് എങ്ങനെയാണെന്ന്. അപ്പോൾ അതിൽ ആ ക്ലൂസ് ഹിൻസ് വെച്ചിട്ട് നമ്മൾ അവർ എന്ത് ടൈപ്പ് ഓഫ് ടൂറിസമാണ് പ്രിഫർ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ, ആഷ മാത്യു an NRI loves animals and wishes to travel to places that safeguard their rights and inculcate awareness of their rights. What kind of tourist is she? ഓക്കെ, അപ്പോൾ ആഷ മാത്യു ഇങ്ങനെ ആനിമൽസിനെയൊക്കെ ലവ് ചെയ്യുന്നുണ്ട്. പിന്നെ അവർ വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ റൈറ്റ്സും കാര്യങ്ങൾ, അവരുടെ ആ ഒരു സേഫ്റ്റി കാര്യങ്ങളൊക്കെ എന്താണ് അതിനെയൊക്കെ ഒരു അവയർനെസ്, അവരുടെ റൈറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ അവയർനെസ് കൊടുക്കുന്ന രീതിയിലുള്ള ടൂറിസമാണ് അവർ. അതായത് അത് ക്ലിയർ ആയിട്ടും എത്തിക്കൽ ടൂറിസമാണ്. ഒരാളുടെ റൈറ്റ്സ്, ബെനിഫിറ്റ്സ് അതിനെയൊക്കെ കുറിച്ചിട്ട് അവരെ ബോധവാന്മാരാക്കുന്ന ആ ഒരു കൈൻഡ് ഓഫ് ടൂറിസം എന്ന് പറയുന്നത് എത്തിക്കൽ ടൂറിസമാണ്. അപ്പോൾ എന്തായാലും വരാം ഓപ്ഷൻ ബി, കാരണം ഓപ്ഷൻ ബിയിലാണ് ഫസ്റ്റ് വൺ എത്തിക്കൽ ടൂറിസ്റ്റ് എന്ന് വരുന്നത്. പിന്നെ സെക്കൻഡ് ഓപ്ഷനും കൂടെ വായിച്ചു നോക്കാം. ഗുർദീപ് സിംഗ് ഫ്രം UK ഈസ് എൻ എൻവിയോൺമെൻറ്റൽ സയൻറ്റിസ്റ്റ് ആൻഡ് ഹാസ് ഓൾവേസ് ചോസൺ ടു ട്രാവൽ ടു പ്ലേസസ് ദാറ്റ് ആർ എക്സാമ്പിൾസ് ഓഫ് സിംബിയോട്ടിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാൻ ആൻഡ് നേച്ചർ. ഓക്കെ, അപ്പോൾ ജിയോ ടൂറിസമാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. അത് ആ ടേബിൾ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഓപ്ഷൻ വരുന്നത് ബി ആണ്. Fifth question, based on your understanding of the passage, choose the option that lists the inherent qualities of geotourism. അപ്പോൾ ജിയോടൂറിസമിൻ്റെ ക്വാളിറ്റീസ് ആയിട്ട് വരുന്നത് എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ ഓപ്ഷൻസ്: ഷോക്കേസ് അഡ്വഞ്ചർ സ്പോർട്സ്, ഓക്കെ, പ്രൊമോട്ട്സ് ലാൻഡ്സ്കേപ്പ് അപ്രീസിയേഷൻ, പ്രോമിസസ് ലക്ഷറിയസ് ട്രാവൽ, ഇൻക്ലൂഡ്സ് ബീങ് എൻവിയോൺമെൻ്റലി റെസ്പോൺസിബിൾ, ബിലീവ്സ് ഇൻ commercializing forest, initiates donations for the underprivileged. അതൊക്കെയാണ്. അപ്പോൾ ജിയോ ടൂറിസം എന്ന് പറയുമ്പോൾ ജിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എർത്ത്, ഓക്കെ, എർത്തായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ആണ് നമ്മളപ്പോൾ ഇതിനകത്ത് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് റിലേറ്റിംഗ് ടു ലാൻഡ്, അതുപോലെ തന്നെ എൻവിയോൺമെൻറ്റ്, ഇത് രണ്ടുമാണ് എർത്തായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. അഡ്വഞ്ചർ സ്പോർട്സ് എന്ന് വെച്ചാൽ വരുമ്പോൾ ആ ഒരു ലാൻഡിൽ അഡ്വഞ്ചർ ആയിട്ടുള്ള സ്പോർട്സ് മാത്രം, അല്ലെങ്കിൽ ലക്ഷറിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിലാവുമ്പോൾ ഫോറസ്റ്റിൻ്റെ മാത്രം, ഫോറസ്റ്റിനെ എങ്ങനെ കമേഴ്ഷ്യലൈസ് ചെയ്യാം. പിന്നെ ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺപ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഡൊണേഷൻസ്, സഹായങ്ങളൊക്കെ കൊടുക്കാനുള്ള ഇനീഷ്യേഷൻ, ഇതൊന്നും ജിയോട്രോപ്പിസമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതല്ല. എർത്തായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ആൻസർ കിട്ടും. ലാൻഡ്സ്കേപ്പും എൻവിയോൺമെൻറ്റും. അപ്പോൾ 2 and 4 ഓപ്ഷൻ is C. Next question, in the market profile of an eco-tourist, the information on gender indicates that. അല്ലേ, അപ്പോൾ ജെൻഡറിൽ എന്താ പറയുന്നതെന്ന് ഒന്ന് പോയിട്ട് നോക്കാം. ജെൻഡറിൽ പറയുന്നത് 50% ഓഫ് ഫീമെയിൽ ആൻഡ് 50% ഓഫ് മെയിൽ, ഈക്വൽ പെർസെൻറ്റേജ് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഓൾദോ ക്ലിയർ ഡിഫറൻസസ് ബേസ്ഡ് ഓൺ ആക്ടിവിറ്റി ഓർ ഫൗണ്ട്, പക്ഷേ ആക്ടിവിറ്റിയിൽ ഡിഫറൻസസ് ഉണ്ട് ജെൻഡർ അനുസരിച്ചിട്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം. The information on gender indicates that options are female ecotourist were more than male ecotourist. അത് റോങ് ആണ് അല്ലേ, ഈക്വൽ പേഴ്സൺ 50-50 ആണ്. The activity preferences were varied in females and males. അത് പറയുന്നുണ്ട് ക്ലിയർ ആയിട്ട് അവരുടെ ആക്ടിവിറ്റീസിൽ ഡിഫറൻസ് ഉണ്ടെന്ന്. ദ ചോയ്സ് ഓഫ് തിങ്സ് ടു ഡു ഓൺ ട്രിപ്പ് വർ ക്വൈറ്റ് സിമിലർ ഫോർ ബോത്ത് ദ ജെൻഡേഴ്സ്. അല്ല, ഡിഫറൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. മെയിൽ എക്കോ ടൂറിസ്റ്റ് വർ ഫ്രീക്വൻറ്റ് ട്രാവലേഴ്സ് അങ്ങനെ പറയുന്നില്ല. ഈക്വൽ നമ്പർ തന്നെയാണ് രണ്ട് ജെൻഡേഴ്സും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ആക്ടിവിറ്റി പ്രിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ് കറക്റ്റായിട്ട് ആ ഒരു ജെൻഡറിൻ്റെ കേസിൽ പറയുന്നത്.
Next question, the education aspect in the market profile of the eco tourist reveal that. അപ്പോൾ എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് പറയുന്ന പാരഗ്രാഫ് എടുക്കുക. 82% were college graduates. A shift in interest in ecotourism from those who have high levels of education to those with less education was also found, indicating an expansion into mainstream markets. അതായത് 82%ഉം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് വരുന്നതെങ്കിലും ലെസ് എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ആളുകളും ഫൗണ്ട് ചെയ്യുന്നുണ്ട്. അതായത് അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഒന്നുമില്ല, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് എക്കോ ടൂറിസം ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നും ഇല്ല എന്നാണ് അതിനകത്ത് പറയുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. ദ മെയിൻ സ്ട്രീം മാർക്കറ്റ് ട്രെൻഡ്സ് വർ പോപ്പുലർ വിത്ത് അണ്ടർ ഗ്രാജുവേറ്റ്സ്. അപ്പോൾ അതായത് ഗ്രാജുവേഷൻ കുറവുള്ള ആളുകൾക്കാണ് കൂടുതൽ അതിനൊരു ട്രെൻഡ് ഉണ്ട്, അവർക്ക് പോകാനുള്ള ഒരു ട്രെൻഡ് ഉണ്ട് എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ. എക്കോ ടൂറിസ്റ്റ് വർ ഓൺലി ദോസ് ഹു ഹാഡ് ബേസിക് എഡ്യൂക്കേഷൻ. വളരെ ബേസിക് എഡ്യൂക്കേഷൻ ഉള്ളവരാണ് അധികം എക്കോ ടൂറിസ്റ്റ്. അപ്പം അങ്ങനെയൊന്നും അതിനകത്ത് പറയുന്നില്ല. മെയിൻ സ്ട്രീം മാർക്കറ്റ്സ് വർ പോപ്പുലർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഫോർ എഡ്യൂക്കേറ്റഡ് എക്കോ ടൂറിസ്റ്റ്. വളരെ എഡ്യൂക്കേറ്റഡ് എക്കോ ടൂറിസ്റ്റ് ആയിട്ടുള്ളവർക്കാണ് കൂടുതലും മെയിൻ സ്ട്രീം മാർക്കറ്റ്സ് എന്നാണ് പറയുന്നത് എക്കോ ടൂറിസത്തിനുള്ള. എക്കോ ടൂറിസം വാസ് നോ മോർ ലിമിറ്റഡ് ടു ദ സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഹൈലി എഡ്യൂക്കേറ്റഡ് ട്രാവലേഴ്സ്. അപ്പോൾ അതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്. അതായത് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമായിട്ട് അത് ലിമിറ്റ് ചെയ്തിട്ടില്ല, എഡ്യൂക്കേഷൻ കുറവുള്ള ആളുകളും എക്കോ ടൂറിസം പ്രിഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ഇസ് ഡി. According to the survey conducted by the Travel Bureau, the total percentage of experienced eco-tourists who did not prefer to travel alone, okay, alone travel ചെയ്യാൻ പ്രിഫർ ചെയ്യാത്ത പെർസെൻറ്റേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പെർസെൻറ്റേജ് പാർട്ടി കമ്പോസിഷൻ്റെ അകത്ത് പെർസെൻറ്റേജ് പറയുന്നുണ്ട്. 60% പാർട്ട്ണറിൻ്റെ കൂടെയും 15% അതർ ഫാമിലി മെമ്പേഴ്സായിട്ടാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ 75% ആളുകളും ഫാമിലി ആയിട്ടാണ് പ്രിഫർ ചെയ്യുന്നത്. 13% ആണ് ട്രാവൽ അലോൺ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 13% ഡിഡ് നോട്ട് പ്രിഫർ എന്നാണ് ക്വസ്റ്റ്യൻ. ഡിഡ് നോട്ട് പ്രിഫർ എന്ന് പറയുമ്പോൾ അലോൺ ട്രാവൽ ചെയ്യാൻ പ്രിഫർ ചെയ്യാത്തവരുടെ എണ്ണം അപ്പോൾ 60 + 15 അത് 75% ആണ്. അപ്പോൾ ആൻസർ ഇസ് ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദ സർവേ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ഡ്രൈവിംഗ് ഫോഴ്സസ് ലീഡിങ് എക്സ്പീരിയൻസ്ഡ് എക്കോ ടൂറിസം ടു ഇൻവെസ്റ്റ് ഇൻ ന്യൂ ട്രിപ്പ് വാസ്. അതായത് പുതിയ ട്രിപ്പ് പോകാനുള്ള മോട്ടിവേഷൻ റീസൺസ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു പാരഗ്രാഫിൽ അത് പറയുന്നുണ്ട്. നെക്സ്റ്റ് ട്രിപ്പിന് എന്താണ് പറയുന്നത്? എൻജോയ് സീനറി ഓർ നേച്ചർ, ന്യൂ എക്സ്പീരിയൻസസ് ഓർ പ്ലേസസ്. ഇത് രണ്ടുമാണ് നെക്സ്റ്റ് ട്രിപ്പിനുള്ള മോട്ടിവേഷൻസ്. അപ്പോൾ ഓപ്ഷൻ തന്നിട്ടുള്ളത് സെറ്റിംഗ് അപ്പ് വർക്ക് സ്റ്റേഷൻസ് ഇൻ ന്യൂ പ്ലേസസ്, ദ ചാൻസ് ടു ഗോ ക്യാമ്പിംഗ് ഇൻ ദ വൈൽഡ്, കോമ്പീറ്റിംഗ് വിത്ത് അതർ എക്കോ ടൂറിസ്റ്റ് ആസ് ഫ്രീക്വൻറ്റ് ട്രാവലേഴ്സ്, ദ ഓപ്പർച്യൂണിറ്റി ടു ട്രാവൽ ടു ന്യൂ പ്ലേസസ്. ദ ഓപ്പർച്യൂണിറ്റി ടു ട്രാവൽ ടു ന്യൂ പ്ലേസസ് ആണ് മോട്ടിവേഷൻ റീസൺ ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഇസ് ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ ഓപ്ഷൻ ദാറ്റ് ലിസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഇസ് നോട്ട് ട്രൂ. ഓക്കെ, ശരിയല്ലാത്തത് നോക്കണം. എക്കണോമിക്കലി ബാക്ക്വേർഡ് കൺട്രീസ് വിൽ ബെനിഫിറ്റ് ഫ്രം സസ്റ്റൈനബിൾ ടൂറിസം. അത് കറക്റ്റാണ്. ആദ്യമേ പറയുന്നുണ്ട് ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നതാണ് സസ്റ്റൈനബിൾ ടൂറിസം എന്നുള്ളത്. ദ ടൂറിസം ബിസിനസ് കറൻ്റ്ലി റെക്കഗ്നൈസ് സസ്റ്റൈനബിലിറ്റി ആസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അപ്പോൾ അതും കറക്റ്റാണ്. ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ അത് പറയുന്നുണ്ട്. എമർജിംഗ് എക്കണോമീസ് വിൽ റിസീവ് നെഗ്ലിജിബിൾ ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. അല്ല, എമർജിംഗ് എക്കണോമീസിന് കൂടുതലും ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് 57% ടൂറിസ്റ്റ് ഇനി നെക്സ്റ്റ് ഡെക്കേഡിൽ വരുമെന്നാണ് പറയുന്നത്. The sustainability factor in tourism is a significant means for development. അത് ഡെവലപ്മെൻറ്റിനുള്ള ഒരു സിഗ്നിഫിക്കൻറ്റ് ഫാക്ടറാണ് ടൂറിസം എന്ന് പറയുന്നത്. അതും കറക്റ്റാണ്. അപ്പോൾ തേർഡ് ഓപ്ഷനാണ് ഇൻകറക്റ്റായിട്ട് വരുന്നത്, സി. 11th question, the survey clearly showed that the age range of eco tourist. അപ്പോൾ ഏജ് റേഞ്ചിൻ്റെ പാരഗ്രാഫ് നമുക്ക് ഒന്നും കൂടെ നോക്കാം. Age 35 to 54 years old, although age varied with activity and other factors such as cost. അപ്പോൾ ഏജ് ഈ ഒരു റേഞ്ചിലാണ്, പക്ഷെ അവരുടെ ആക്ടിവിറ്റി എന്താണ് വാരി ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ഫാക്ടേഴ്സ്, കോസ്റ്റ്, അതായത് മണി ബേസിസിലൊക്കെ കുറച്ച് അവരുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഏജ് റേഞ്ചിൽ തന്നെ വേരിയേഷൻസ് എക്കോ ടൂറിസത്തിൽ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് അപ്പോൾ ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. The survey clearly showed that the age range of eco-tourist, first option, remained the same for the choices of tourist attraction to visit. അപ്പോൾ സെയിം ആണ് ചോയ്സ് എന്നാണ് പറയുന്നത്, അല്ല ആക്ടിവിറ്റി വേരി ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്.
ചേഞ്ച്ഡ് വിത്ത് ദ മോണിറ്ററി റിക്വയർമെൻറ്റ് ഫോർ ദ ട്രിപ്പ്. മോണിറ്ററി റിക്വയർമെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, മണി ബേസ്ഡ് ആയിട്ട്, അതായത് കോസ്റ്റ് അനുസരിച്ചിട്ട് വ്യത്യാസം വരുന്നുണ്ട്, അങ്ങനെ അതിനകത്ത് പറയുന്നുണ്ട്. ഫ്ലക്ച്വേറ്റഡ് ഡ്യൂ ടു മെയിൽ ഫീമെയിൽ റേഷ്യോ, മെയിൽ ഫീമെയിൽ റേഷ്യോ അനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട്, അല്ല 50% ഈക്വൽ റേഷ്യോ ആണ് മെയിലിന് ഫീമെയിലിന് റേഷ്യോ. അപ്പോൾ അതും റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. വാസ് കോൺസ്റ്റൻറ്റ് അക്രോസ് വേരിയസ് ഫീച്ചേഴ്സ് ഓഫ് ദ ട്രിപ്പ്. അപ്പോൾ പിന്നെയും ചേഞ്ച് ഒന്നും, കോൺസ്റ്റൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ചേഞ്ച് ഒന്നും വരുന്നില്ല, റിമെയിൻ സെയിം ആണ് ട്രിപ്പിൽ എല്ലാ എക്കോ ടൂറിസം ആ ഏജിലുള്ള എല്ലാവർക്കും ഒരു സെയിം കൈൻഡ് ഓഫ് ട്രിപ്പ് ആണെന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, മണി അനുസരിച്ചിട്ട്, അതായത് എക്സ്പെൻസിൻ്റെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നനുസരിച്ചിട്ട് ട്രിപ്പിൻ്റെ ക്വാളിറ്റിയിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അതാണ് ഓപ്ഷൻ ബി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് നോട്ട് എൻ എക്സ്പീരിയൻസ്ഡ് എക്കോ ടൂറിസ്റ്റ്. എക്സ്പീരിയൻസ്ഡ് എക്കോ ടൂറിസ്റ്റ് എന്ന് വെച്ചാൽ മുമ്പ് എക്കോ ടൂറിസം പോയിട്ടുള്ള ആളാണ്. അപ്പോൾ അല്ലാത്തത് ആരെന്നാണുള്ള ചോദ്യം. ദ പേഴ്സൺ ഹൂ ഹാസ് ട്രാവൽഡ് ആസ് എൻ എക്കോ ടൂറിസ്റ്റ് വൺസ് ഏർലിയർ. മുമ്പ് എക്കോ ടൂറിസം ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഒരാൾ, അപ്പോൾ അയാൾ എക്സ്പീരിയൻസ്ഡ് ആണ്. ദ പേഴ്സൺ ഹൂ ഇസ് യെറ്റ് ടു ട്രാവൽ ഈവൻ വൺസ് ആസ് എൻ എക്കോ ടൂറിസ്റ്റ്. ഒരു പ്രാവശ്യമെങ്കിലും ഇനിയെങ്കിലും എക്കോ ടൂറിസം ചെയ്യേണ്ട ആൾ, അപ്പോൾ അയാൾ ചെയ്തിട്ടില്ല, അപ്പോൾ അയാൾ എക്സ്പീരിയൻസ്ഡ് അല്ല. ദ പേഴ്സൺ ഹൂ ഈസ് റെഗുലർ എക്കോ ടൂറിസം എൻത്യൂസിയാസിസ്റ്റ് ആൻഡ് ട്രാവലർ. അപ്പോൾ റെഗുലർ ആയിട്ട് ഇതിനകത്ത് ഭയങ്കര എൻത്യൂസിയാസ്റ്റിക് ആയിട്ട് എപ്പോഴും എക്കോ ടൂറിസം ചെയ്യുന്ന ഒരാൾ. ദ പേഴ്സൺ ഹൂ ഈസ് നോട്ട് റെഗുലർലി ട്രാവലിംഗ് ഓൺ എക്കോ ടൂറിസം ട്രിപ്സ്. അതായത് റെഗുലർ ആയിട്ട് ഇങ്ങനെ എക്കോ ടൂറിസം ട്രിപ്സ് ചെയ്യുന്ന ആളല്ല, പക്ഷെ ചെയ്തിട്ടുണ്ട് എന്നാണ് അത് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും യെറ്റ് ടു ട്രാവൽ എന്ന് വെച്ചാൽ ഇനിയും ട്രാവൽ ചെയ്യാനുണ്ട് ഒരിക്കലെങ്കിലും, അപ്പോൾ അവരാണ് എക്സ്പീരിയൻസ് ഒരിക്കലും ചെയ്യാത്ത ആളുകൾ. അതുകൊണ്ട് ഓപ്ഷൻ ബി. അപ്പോൾ ഇത്രയുമാണ് റീഡിംഗ് പാസേജ്. ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഈ സാമ്പിൾ പേപ്പറിൻ്റെ കണ്ടിന്യൂഷൻ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പല പാർട്സായിട്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. Please like and share, and don't forget to subscribe the channel to get notification for new videos.